ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോസ്പെക്ടസ് ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് അതിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി കഴിയില്ല. അതിലെ എല്ലാ കാര്യങ്ങളും പാലിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ കോടതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. നിലവിൽ ജൂലൈ മാസം 31-നകം ആ പ്രോസ്പെക്ടസ് പറഞ്ഞിരിക്കുന്നത് അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്രവേശന ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. +1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും. ഇതിനകം ക്ലാസ് നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി പഠന വിടവ് നികത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതാണ്. മലപ്പുറം ജില്ലയിൽ ഇനി അവിടെ ITI കോഴ്സുണ്ട്. അതുപോലെ അൺഎയ്ഡഡ് മേഖലയിൽ ഒഴിഞ്ഞിടക്കുന്ന 10,000-ഓളം വരുന്ന സീറ്റുകൾ ഉണ്ട്. അതെ എല്ലാം എന്തായാലും അതും കുട്ടികളാണല്ലോ അവിടെയും പഠിക്കുന്നത്. അതിൽ പിന്നെ പോളിടെക്നിക്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പോകാം. അതുപോലെ വേറെന്താ കോഴ്സ്, ഈ SLC കഴിഞ്ഞ ശേഷമുള്ള പിന്നെ VHSC ഉണ്ട്, VHSC ചേർന്ന് പഠിക്കാൻ പോകാം. SLC കഴിഞ്ഞതിന് ശേഷമുള്ള നല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകൾ വേറെ ഉണ്ട്. ഈ മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ധാരാളമുണ്ട്. അതൊക്കെ താല്പര്യമുള്ളവർ പോയാൽ മതി. ഇപ്പം താല്പര്യമുള്ളവർ പോയില്ലെങ്കിലും അവർക്ക് ഇപ്പോൾ സീറ്റ് എന്തെങ്കിലും ഉറപ്പാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. SFIന്ന് പങ്കെടുത്ത ആർഷ്ട്രോ, ASFന്റെ നേതാവ് രാഹുൽ രാജ്, KSUവിന്റെ അലോഷി സേവ്യർ, ABVPയുടെ കല്യാണി ചന്ദ്രൻ, MSFന്റെ അസഹർ അലി, NSLന്റെ അബ്ദുൽ ജലീൽ, AIDCയുടെ സുകന്യ, KSCMന്റെ ബ്രൈറ്റ് കൊട്ടാരകര, ജനാധിപത്യ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ഡൊമിനിക്, സ്റ്റുഡൻസ് വിദ്യാർത്ഥി ജനത ഗ്രീഷ്മ രാജേന്ദ്രൻ, കേരള കോൺഗ്രസ് B ആൽവിൻ മാത്യു, ജനതാദൾ സുധീഷ്, കരുണപ്പള്ളിയുടെ വിദ്യാർത്ഥി സംഘടന റനീഷ് മാത്യു, PJ ജോസഫിന്റെ ജോൺസ് ജോർജ്, NCPയുടെ അരുൺ, അങ്ങനെ എല്ലാവരും പങ്കെടുത്തുകയാണ്. ഇല്ല ഒരു പ്രശ്നമില്ല. കറക്റ്റ് ഞാൻ പറയാം. ഇല്ല നമ്മുടെ കുട്ടികൾ ഒരു കണക്കിന്റെ പ്രശ്നമല്ല. നമ്മുടെ കുട്ടികൾക്ക് ആർക്കും സംശയമില്ല, ഒരു സംശയമില്ല അവർക്ക്. ഇല്ല, അവരല്ലേ ഇതിന്റെ രംഗത്തിരിക്കുന്നത്. ഒരു കണക്കിന്റെ ഒരു പ്രശ്നമില്ല. അത് ഞാനത് മൊത്തം വായിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കണക്ക് വീണ്ടും പറയാത്തത്. വേണ്ട, ഞാൻ തന്നെ പറയാം. അതിനിപ്പോ നമ്മൾ എന്തായാലും നിങ്ങളിത് കേൾക്കാൻ താല്പര്യപ്പെട്ടു വന്നിരിക്കുകയാണ്. അതെ, ഞാനും പറയാം. ഒരു ആമുഖമൊക്കെ അങ്ങ് മാറ്റാം. മലപ്പുറം ജില്ലയിൽ മാത്രം മതിയല്ലോ. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം അത് വേണ്ട.
ചുരുക്കി പറയാൻ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. മലപ്പുറം ജില്ലയുടെ കാര്യം മാത്രമാണ്. അത് ടോട്ടൽ അപേക്ഷ 82,466. അത് മാറ്റാൻ പറ്റൂല. ആര് വിചാരിച്ചാൽ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. ഇതിൽ 7,606 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. സംശയാവസാനം ചോദിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ വരുമ്പോൾ 74,860 പേരാണ് ജില്ലയ്ക്കകത്ത് അപേക്ഷ ഉള്ളത്. എങ്കിലും സംസ്ഥാനത്തുള്ള ഏത് കുട്ടിക്കും ഏത് ജില്ലയിൽ അപേക്ഷിക്കാമെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ച 82,466 പേരെയാണ് നമ്മൾ കണ്ടെത്തിയത്. അതിൽ 4,352 പേർക്ക് മറ്റു ജില്ലയിൽ പ്രവേശനം ലഭിച്ചു. 4,352. ഞാൻ ഇന്നലെ നമ്മുടെ നിയമസഭയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്. അതിൽ തൃശ്ശൂർ ഇത്രയും വ്യക്തമായ ഒരു കണക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടോ? തൃശ്ശൂർ 543 പേര്, പാലക്കാട് 2,370, കോഴിക്കോട് 1,383. ഈ 3 ജില്ലകളും മലപ്പുറം ഒഴിച്ച് മറ്റു ജില്ലകളിൽ 56. ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് 78,114. അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത 11,546 പേരുണ്ട്. ഒറ്റ പ്രാവശ്യം അവർക്ക് അലോട്ട്മെന്റ് കൊടുക്കുകയുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കില്ല. അതിൽ ഒരുപക്ഷെ ഇഷ്ടമുള്ള സീറ്റോ അല്ലെങ്കിൽ വീടിനടുത്തോ ഒക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള അതിൽ നിന്ന് മാനേജ്മെന്റ് കോട്ടയിൽ 2,866 പേര് ചേർന്നു. കമ്മ്യൂണിറ്റി കോട്ടയുടെ അടിസ്ഥാനത്തിൽ 954 പേർ ചേർന്നു. അൺഎയ്ഡഡ് മേഖലയിൽ 223 പേർ ചേർന്നു. സ്പോർട്സ് കോട്ടയിൽ 444 പേർ ചേർന്നു. MRS സ്കൂളുകളിൽ 5 ഉൾപ്പെടെ ആകെ 4,492 പേർ പ്രവേശനം നേടി. അതിന് ശേഷിക്കുന്നത് 7,054 പേരാണ് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം എടുക്കാത്തവർ, നമ്മൾ അലോട്ട്മെന്റിൽ എടുക്കാത്തവർ. ശേഷിക്കുന്ന 71,060 അപേക്ഷകരിൽ ആകെ 53,762 പേർ +1 ഇതുവരെ പ്രവേശനം നേടി. അതിന്റെ ഡീറ്റെയിൽസ്: മെറിറ്റ് കോട്ട 44,224, സ്പോർട്സ് 873, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 25, കമ്മ്യൂണിറ്റി കോട്ട 3,141, മാനേജ്മെന്റ് കോട്ട 2,137, അൺഎയ്ഡഡ് കോട്ടയിൽ അവർ ചേർന്നവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് 1,051. ഹയർ സെക്കൻഡറിയിൽ ആകെ പ്രവേശനം നേടിയവർ 51,451. അതിലൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ 2,311 കൂടെ ഉണ്ട്. അതും കൂടെ ചേരുമ്പോൾ ടോട്ടൽ 53,762. പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകർ എന്ന് പറഞ്ഞാൽ 17,298. ആ 17,298 അവിടെ ഒരു സംശയം വരും. ഇനി ശേഷിക്കുന്ന നമ്മുടെ കയ്യിലുള്ള സീറ്റ്, നമ്മുടെ കയ്യിൽ മെറിറ്റും എന്നൊക്കെ പറഞ്ഞ് ഉള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ 9,820. 17,298 മൈനസ് 9,820 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 7,478. അത് തന്നെയാണ് ഇത് കൂടാതെ 10,185 അൺഎയ്ഡഡ് ഉണ്ട്. ആ 7,478 തന്നെയാണ് നമ്മുടെ താലൂക്ക് അടിസ്ഥാനത്തിൽ എടുത്ത കണക്കിൽ വന്നിട്ടുള്ളത്.